എല്ലായിടത്തുമുണ്ട്. പക്ഷെ ഈ മതത്തിൽ അങ്ങനെ അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇതുവരെയില്ല. അങ്ങനെ വരുത്തേണ്ട ഒരാവശ്യവും ഇല്ലാത്ത ഒരു മതമായി ഇസ്ലാം മതം അവിടെ നിലനിൽക്കുന്നിടത്ത് നിന്റെ ഈ പൊള്ള ന്യായത്തിന് ഒന്നും പറയാനില്ലടാ. പച്ചപ്പോക്കൃത്തരമാണ്. ഇന്നത്തെ കാലത്ത് പെണ്ണാണ് അധികാരി, ഇന്നല്ല അന്നും പെണ്ണാണ് അധികാരി, പെണ്ണിനാണ് അധികാരം. പെണ്ണ് തീരുമാനിക്കും. ഇപ്പോ ഫസഹ് ഉണ്ട്, അത് പെണ്ണാണ് തീരുമാനിക്കുന്നത്. ഭർത്താവ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിവാഹ ജീവിതത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ലൈംഗിക പ്രശ്നമാണ്. സ്ത്രീകൾ സാറ്റിസ്ഫൈഡ് ആകാറില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് മൊമെന്റ് അവക്ക് അവനെ ഉപേക്ഷിക്കാം എന്നുള്ളതാണ്. അത് അത്രയും പ്രിവിലേജ്ഡ് ആയ മറ്റൊരു സംഗതിയില്ല. നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മളുടെ സെക്ഷൽ നീഡിനാണ്. അവിടെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അയാൾ കളയാമെന്നാണ് പറയുന്നത്. ആ ബന്ധം വേണ്ട എന്നാ പറയുന്നത്. അതേപോലെ എല്ലാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന തലാഖ് തലാഖ് തലാഖാണ് ഇമ്പോർട്ടന്റ്. അല്ല, സ്ത്രീകൾക്കാണ് പരിഗണന. സമ്പാദിക്കാൻ, അവളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവളെ കെട്ടണ്ട. മഹർ കൊടുത്താണ് കൊണ്ടുവരുന്നത്, മഹറാണ് കൊടുക്കുന്നത്. അത്രത്തോളം പരിഗണനയുള്ള മറ്റൊരു മതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിലില്ല. പിന്നെ ഇവൻ പറഞ്ഞ അടുത്ത പോയിന്റ് എന്താണ്? സ്ത്രീകളെ ഒരു കാരണവശാലും ഇതുപോലെ പരിഗണിക്കാത്ത മറ്റൊരു ഇതിനെ അവൻ കണ്ടിട്ടില്ല. ഇത്രയും മോശപ്പെട്ട, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്ന മറ്റൊരു മതം അവൻ കണ്ടിട്ടില്ല. ഇവൻ പറയുന്ന രീതിയിലാണെങ്കിൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യം, സ്വന്തം ഭാര്യയെ കൊല്ലാൻ കൊടുത്തു വിട്ടതാണ് രാമേട്ടൻ ആണല്ലോ. ഇവിടെ ഞാൻ രാമന്റെ കാര്യം പറയുന്നതിന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഹിന്ദുമത വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന രാമനെയാണല്ലോ, ജയ് ശ്രീരാമൻ. അദ്ദേഹം എന്താണ് ചെയ്തത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സ്വന്തം അനിയന്റെ പക്കൽ കൊന്നുകളയാൻ, അതും ഗർഭിണിയായ ഭാര്യയെ കൊന്നുകളയാൻ കൊടുത്തു വിട്ടതാണ്. ഇത് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും നുണയോ അല്ലേ? ഇനി നമ്മൾ ഹിന്ദു മതവിശ്വാസത്തിലേക്ക് ഒന്നും പോവണ്ട. ഇവൻ പറയണ ഇവന്റെ സാധനത്തിലേക്ക് തന്നെ വരാം. ഏത് ക്രിസ്തു മതത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ പെണ്ണ് കന്യകയാണോ എന്നറിയണം, തിരിച്ചില്ലേ കന്യകനാണെന്ന് അറിയണ്ടേ? ഈ ഒരു സംഗതിയിൽ പെണ്ണ് കന്യകയല്ല എന്നറിയുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുന്ന ഒരു സാധനമുണ്ട്. അത് കേൾക്കണം. അതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത്. പഴയ നിയമത്തിൽ പലയിടത്തും കർക്കശമായ സാധനമുണ്ട്. ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഇവർക്കുള്ള നിയമം തന്നെയാണ് പഴയത്. അവർക്കത് വേണ്ടാന്ന് വെച്ചാൽ അവർ പുതിയത് അവരുണ്ടാക്കിയതാണ്. പക്ഷെ ഖുർആനിൽ അങ്ങനെ പഴയ ഖുർആൻ പുതിയ ഖുർആൻ എന്നൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. നീ ഇതിനകത്ത് പോലെ വിവാഹ സമയത്ത് കന്യകയല്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ യുവതിയെ കല്ലെറിയണം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ആവർത്തനം 22, 20, 21. കന്യകയല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ പറയുന്നത്. വിവാഹ ബന്ധത്തിൽ ഭാര്യയെ ചെയ്യാന്നുള്ള കാര്യമാണ്. അല്ല, ഇത് നമ്മൾ പൊളിറ്റിക്കലി വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ റീസെന്റ് ലിബി ഒരു കേസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഈ കന്യകത്വത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് മദർ മേരിയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ യുക്തിവാദി